സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോയിന്റെ വാർത്ത തന്നെയാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോയിന്റെ വാർത്ത തന്നെയാണ്. റോയിക്ക് എന്താണ് സംഭവിച്ചത്? ചില ആൾക്കാർ പറയുന്നുണ്ട് റോയിക്ക് നിശാ പാർട്ടി നടത്തിയിരുന്നു, അല്ലെങ്കിൽ റോയി ആഡംബര ജീവിതമായിരുന്നു, വരവിന് അനുസരിച്ചല്ല ചെലവാക്കിയിരുന്നത്, അദ്ദേഹം ഭയങ്കരമായിട്ട് ചെലവാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള തരത്തിൽ ഒരുപാട് വാർത്തകൾ വരുന്നു. പിന്നെ ഇതിന്റെ പിന്നിലൊക്കെ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ പീഡനമാണ്, അല്ലെങ്കിൽ റെയ്ഡാണ്, അവര് മാനസികപരമായിട്ട് സമ്മർദ്ദം കൊടുത്തു, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തോ രഹസ്യങ്ങളുണ്ട്, ആ രഹസ്യങ്ങൾ പുറത്തു വരും എന്നുള്ള ഭയം കൊണ്ടാണ് എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ഇതില് നമുക്കിപ്പോഴെന്ന് പറഞ്ഞാൽ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഒരു ആദായ നികുതി വന്നു എന്ന് കരുതിയിട്ട് ഒരിക്കലും റോയി അങ്ങനെ ചെയ്യില്ല. റോയിക്ക് എന്തോ കൃത്യമായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. കാരണം റോയി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ തൻ്റെ സഹോദരനോട് എനിക്കൊന്ന് കാണണമെന്നാണ്. അപ്പോ ആ വീട്ടിലെ ആ കുടുംബത്തിന് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണോ റോയിയെ ഈ ഒരു കടുങ്കയിലേക്ക് എത്തിച്ചത്? അതുപോലും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ വെറുതെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ മുതലാളി, അയാൾക്ക് എന്ന് പറയുന്നത് ഇതൊന്നും ഒരു പൊത്തരിയല്ല. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കറിയാം ടാക്സ് അടക്കണമെന്ന്. ടാക്സിന്റെ പ്രശ്നം അന്വേഷിച്ച ആൾക്കാർ വരും എന്ന് പറയും. ഇൻകം ടാക്സ് ആയാലും കാര്യമായാലും ഇതൊക്കെ അന്വേഷിച്ച ആൾക്കാർ വരും. അത് കരുതിയിട്ട് നമ്മൾ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചോടുവോ? അതിനൊന്നും നിൽക്കൂല. നമ്മളുടെ ടാക്സ് കൊടുക്കുക എന്നല്ലാതെ നമ്മളെന്താ പേടിച്ചോടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതൊന്നുമല്ല, ഒന്നിക്കൽ അദ്ദേഹത്തിന്റെ മാനസികപരമായിട്ട് എന്തോ ഒരു പ്രശ്നമായിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നമായിട്ടുണ്ട്, സഹോദരനെ കാണണം, അമ്മയെ കാണണം, അമ്മയോട് സംസാരിക്കണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് വേറെ എന്തോ ഒരു വിഷയത്തില് അവിടെ എന്തോ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അല്ലാതെ ഒരു റെയ്ഡ് വന്നു, ആ റെയ്ഡ് കൊണ്ട് ഞാൻ മരിക്കുകയാണ് എന്നൊന്നും പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുന്നില്ലടേ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു വ്യക്തിയാണ്. 900 കോടി ഇങ്ങോട്ട് ആസ്തിയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കുറെ കോടി ഇനി കൊടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരു ചുക്കുമില്ല. കുറെ നാൾ മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് എന്താ, എനിക്ക് ആഡംബര ജീവിതമൊന്നും വേണ്ട, ഞാൻ ലളിതമായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അയാളെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കുടുംബങ്ങൾ കൂടെ ഉള്ളപ്പോഴ്, പിന്നെ അത് മാത്രവുമല്ല ഇപ്പോഴും വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ തന്നെ ആ ഒരു, നമുക്കറിയാലോ ഈ റോയി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് വരെ ഒരു വേണ്ടാതീനമോ ഒരു ഗോസിപ്പോ കേട്ടിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. റോയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു തരത്തിലൊരു ഗോസിപ്പ് പിന്നെ ഇവിടെ എന്താ പറയേണ്ടത്, ഗോസിപ്പായിട്ടോ അല്ലെങ്കിൽ ഒന്നും റോയിനെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? റോയി അങ്ങനെ പോകാതെ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ പോകാതെ റോയിക്ക് എന്താണ് സംഭവിച്ചത്? ചില ആൾക്കാരൊക്കെ നിശാ പാർട്ടി നടത്തിയിട്ട് നടന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പ്രമുഖ നടൻ കൊടുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖ നടൻ കൊടുങ്ങും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിർമ്മിച്ച സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ നിലം തൊടാത്ത സിനിമകളാണ്. 8 നിലയിൽ പൊട്ടുന്ന സിനിമ മാത്രമാണ് അയാൾ നിർമ്മിച്ചത്. ഇതുവരെ ഒരു വിജയ ചിത്രം പോലും അങ്ങേര് നിർമ്മിച്ചിട്ടില്ല. അതായത് അങ്ങേരുടെ കുറെ കോടികൾ കൊണ്ടുപോയിട്ട് കളയാനോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ തിരിമറി നടത്താനോ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു സിനിമ, നല്ല രീതിയിൽ ഓടുന്ന സിനിമയൊന്നും അങ്ങേര് നിർമ്മിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിർമ്മിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ മാത്രമാണ്, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് നിർമ്മിച്ചിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും നൂലാമാലകളും ഒക്കെ ഉള്ള ഒരു ജീവിതമാണ് റോയിയുടേത്. അപ്പോഴേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് സംഭവിച്ചത് വേറെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതിന്റെ രഹസ്യമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അദ്ദേഹത്തിന് സംഭവിച്ച രഹസ്യം, അതായത് അദ്ദേഹത്തിന്റെ ലോക്കറിൽ എന്തെങ്കിലും ഇതുണ്ടോ, രഹസ്യങ്ങളുണ്ടോ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും പണമുണ്ടോ, ഇനി അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ മുഖംമൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് അന്വേഷിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ED ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു സന്ദർഭം ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു സമ്മർദ്ദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും മോശം തന്നെയാണ്. പക്ഷേ ഒരു ED എന്ന് പറയുന്നത് അത് ആദ്യം, ഇപ്പോൾ ED അല്ല, IT എന്ന് പറയുന്നത് ആദ്യമായിട്ട് വരുന്നൊന്നും ആയിരിക്കില്ല. അയാൾ ഈ വർഷത്തിനിടയിൽ പല ഉദ്യോഗസ്ഥരെയും അയാൾ കണ്ടിട്ടുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇയാളൊക്കെ വലിയ മുതലാളിയല്ലേ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കൊടുക്കുന്നവരല്ലേ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അവർ തമ്മിലൊരു ബന്ധവും കാര്യങ്ങളും പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ മരിച്ചതിന് ശേഷമാണ് അറിയുന്നത് അയാൾക്കൊരു സെക്രട്ടറി ഇല്ല, ഒന്നുമില്ല.
അദ്ദേഹത്തിന്റെ തീരുമാനമൊക്കെ അദ്ദേഹം സ്വന്തമാണ് എടുക്കുന്നത്, അല്ലാതെ വേറെ ആരുമില്ല. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ തുടങ്ങുക എന്നുള്ളതാണ് അയാളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും മോഹൻലാലിനെയൊക്കെ സഹായിക്കാൻ പോയിട്ട് ഇദ്ദേഹത്തിന്റെ കോടികൾ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഇദ്ദേഹത്തിന് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ആന്റണി പെരുമ്പാവൂരായി കഴിഞ്ഞാലും ഇദ്ദേഹത്തെ പിന്നെ ഇത് എന്താ പറയുക ഇദ്ദേഹം പോയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തിരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെയുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നത് ഈ വരുവിൽ കവിഞ്ഞ് അദ്ദേഹം ചെലവാക്കുന്നു. ആ ചെലവ് വിമാനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു, കാറുകൾ വാങ്ങിച്ചു കൂട്ടുന്നു. അങ്ങനെ ചെലവാക്കിയപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും മടി തെറ്റിയോ, ഇദ്ദേഹത്തിന് ഇനി വല്ല സാമ്പത്തിക പ്രയാസങ്ങളിലേക്ക് പോകുമെന്നുള്ള ഭയമാണോ, അതൊക്കെ ഒന്ന് അന്വേഷിക്കണം. പിന്നെ അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലൊക്കെ പലതും നടന്നു എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ വരുന്നുണ്ട്. എന്തോ ഇദ്ദേഹം രണ്ടാമത്തെ കല്യാണം കഴിച്ചാണ്, ആദ്യത്തെ കല്യാണത്തെ ആദ്യ ഭാര്യ വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഭാര്യന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ വേറെയുണ്ട്. ഇത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നമുക്കൊരു ഊഹവും ഇല്ല. എല്ലാവരും രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ തന്നെയാണ്. പല ആൾക്കാരും പറയുന്നത് ED തന്നെയാണ് കുറ്റം പറയുന്നത്. പിന്നെ പല ആൾക്കാരും രാഷ്ട്രീയപരമായിട്ട് ഇത് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയപരമായിട്ട് ഒരു മുതലാളി കൂടി നശിച്ചു, അല്ലെങ്കിൽ ഞാൻ പറയും ഈ ED റേറ്റ് IT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അത് നിർബന്ധമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് ഈ ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല, എല്ലാ രാജ്യത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സും കാര്യങ്ങളും ഇതിനൊക്കെ ഉദ്യോഗസ്ഥരും ആൾക്കാരൊക്കെ ഉണ്ട്. അവർ കൃത്യമായിട്ട് ഇതിൻ്റെ പുറകിൽ ജോലി ചെയ്യും. അതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലാതെ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, റോയിയുടെ മരണം കൃത്യമായിട്ട് അന്വേഷിക്കണം ഇതിന്റെ പുറകില്. അതുപോലെ തന്നെ റോയി ശരിക്കും മരിച്ചതാണോ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതാണോ, CCTVകൾ വർക്ക് ചെയ്യുന്നില്ല. ഇത്രയും വലിയൊരു ഓഫീസ്, കോർപ്പറേറ്റ് ഓഫീസ്, കോടികൾ വരുമാനമുള്ള ഒരു ഓഫീസിൽ CCTV വർക്ക് ചെയ്യുന്നില്ല 10-15 ദിവസമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അത് വിശ്വസിക്കുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിന്റെ പുറകിൽ എന്തോ കളിയുണ്ട്. ഒന്നുകിലെന്ന് പറഞ്ഞാൽ അയാളെ കൃത്യമായിട്ട് ആരോ തീർത്തതോ വകവരുത്തതോ ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾ സ്വയം എന്തോ ഒരു സംഭവത്തിൽ അയാൾ ചെയ്തതായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ദുരൂഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ദുരൂഹത തന്നെയാണ്. അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക തന്നെ വേണം. അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വളരെ മോശം തന്നെയാണ്. അതായത് റോയിയെ പോലെയുള്ള ഒരാൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ എന്താണ്? ഇത്രയും മണിക്കൂറായി എന്നിട്ടും ഇതുവരെ ഒരാൾക്ക് പോലും പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം എന്തിനാണ് മരിച്ചതെന്ന് ഒരാൾക്ക് പോലും പറയാൻ കഴിയുന്നില്ല. ഇത്രയും വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ് മരിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരു സാധാരണക്കാരനല്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ നാടിന് ഒരുപാട് പുരോഗതിയിലേക്ക് നയിച്ച, അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത് ഒരുപാട് പേരുടെ അന്നദാതാവാണ്. പിന്നെന്ന് പറയുക ഒരുപാട് നികുതി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സാധാരണ ഒരു പൗരനല്ല, ഒരുപാട് പൗരന്മാർക്കുള്ള ഒരു പ്രതീക്ഷയാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഒരു കാര്യത്തിലും അതിൻ്റെ ഒരു സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവന്നില്ല. അതൊരു വലിയ ഫാൾട്ട് തന്നെയാണ്. അപ്പൊ ഏതായാലും എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു ദുരൂഹത നീക്കിയിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയം തന്നെയാണ് നമ്മൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അസൂയോ കൊൽഷ്പോ തോന്നിക്കഴിഞ്ഞാൽ അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അങ്ങനെയും ചില ആൾക്കാരുണ്ട്. ഇനി ഉദ്യോഗസ്ഥന്മാരിലായാലും ആ റോയി അങ്ങനെ ജീവിക്കണ്ട, അങ്ങനെ സൂഹിക്കണ്ട, അവനെ നമ്മൾക്ക് ഇച്ഛായ്മ വരപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? ഇനി അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വിടണം. അദ്ദേഹത്തിൻ്റെ പിന്നെ ഓഫീസിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇതുപോലെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തു വിടണം. അതിലേ വേണ്ടത്. അല്ലാതെ ഒന്നും പുറത്തു വിടാതെ എല്ലാം പിടിച്ചു വെച്ച് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.